എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ പാലിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. ലോക സുഖ സൗകര്യങ്ങളാകുന്ന ഓടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ലോകത്തുനിന്ന് എവിടെ നോക്കിയാലും സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങൾ എന്ന് കരുതുന്ന പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേൽ സന്ദർശനം, മുസ്ലിങ്ങൾക്ക് മക്ക, മദീന എന്നിവിടങ്ങളും, ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പുണ്യസ്ഥലമായി കരുതി തീർത്ഥാടനം ചെയ്യാറുണ്ട്. സന്ദർശകരായി ഏത് സ്ഥലങ്ങളിലും സന്ദർശിക്കാം. അവിടുത്തെ ചില മാനദണ്ഡങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ മരിച്ച് അവൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തി. ഭൂമിയിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം സഹിച്ച് ഭക്തനെ സ്വർഗത്തിലെത്തിയപ്പോൾ വലിയ സന്തോഷമായി. ദൈവമുഖം കണ്ട് ആരാധിച്ചാൽ മാത്രം മതിയല്ലോ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭക്തൻ്റെ മനസ്സിലൊരു ചിന്ത ഉയർന്നു. ഭൂമിയിലായിരുന്നപ്പോൾ നരകത്തെക്കുറിച്ച് പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് എന്ന് കാണാൻ ഹൃദയത്തിലൊരു താല്പര്യം തോന്നി. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു നരകം ഒന്ന് സന്ദർശിക്കുവാൻ അവസരം തരണം. ദൂതനോട് ചോദിച്ചു, അത് എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? അപ്പോൾ ഭക്തൻ പറഞ്ഞു, ഇവിടെ നിത്യ ആരാധന മാത്രമേ ഉള്ളൂ, അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞു, നിനക്ക് ചില ദിവസങ്ങൾ അനുവദിച്ചിരിക്കുന്നു, പറഞ്ഞ സമയത്ത് മടങ്ങി വരണമെന്ന്. അങ്ങനെ ഭക്തൻ നരകത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമാണ് അവിടെയുള്ളത്. മനോഹരമായ പൂന്തോട്ടങ്ങൾ, പുറത്തുനിന്ന് വന്നപ്പോഴേക്കും അകത്ത് വളരെ സന്തോഷിക്കുന്നവരുടെ ശബ്ദകോലാഹലങ്ങൾ. എന്നിട്ട് അയാൾ വാതിൽ ചെന്ന് മുട്ടി നോക്കിയപ്പോൾ സന്ദർശകർക്ക് സ്വാഗതം എന്ന ബോർഡ് കണ്ട് അവിടെ ചെന്ന് വാതിലിൽ മുട്ടി. അപ്പോഴേക്കും വാതിൽ തുറന്നു. അകത്ത് കയറിയപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഭക്തൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നതാണ്. അപ്പോഴേക്കും സാക്ഷാൽ ലൂസിഫർ നേരിട്ട് വന്ന് ഭക്തനെ സ്വീകരിച്ചു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചു. അവിടുത്തെ ആൾക്കാരുടെ സഹകരണവും അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഭക്തൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ഞാൻ കേട്ടതുപോലെയൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ലൂസിഫർ തന്നെ വന്ന് എന്നെ സ്നേഹത്തോടെ ആണ് സ്വീകരിച്ചത്. അങ്ങനെ ഭക്തൻ്റെ അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു തീരുമാനമെടുത്തു. ഏതായാലും ഞാൻ ഇനി സ്വർഗത്തിൽ നിൽക്കുന്നില്ല, അവിടെ എപ്പോഴും ആരാധന മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതൊരു ബോറടിയായിട്ടും തോന്നിയിട്ടുണ്ട്. നരകത്തിൽ വളരെ ഉല്ലാസത്തോടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇടപെടുന്നത്. ഏതായാലും ദൂതനോട് കാര്യങ്ങൾ പറഞ്ഞ് സ്ഥിരമായി നരകത്തിൽ വരണം. ഇതിനിടയിൽ ഭക്തൻ സ്വർഗത്തിലെത്തി. ദൂതൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നരകത്തിലെ സന്ദർശനമൊക്കെ? ഭക്തൻ പറഞ്ഞു, അത് പറഞ്ഞ് അറിയിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും എനിക്ക് അവിടെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടേക്ക് സ്ഥിരതാമസത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞു, നീ ചിന്തിച്ചിട്ടാണോ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അപ്പോൾ ഭക്തൻ പറഞ്ഞു, അതെ, ഞാൻ എടുത്ത തീരുമാനമാണ്. ഉടനെ
ദൂതൻ പറഞ്ഞ് പോകുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ ഇവിടേക്ക് പിന്നെ മടങ്ങി വരുവാൻ സാധ്യമല്ല. അങ്ങനെ ഭക്തൻ സ്ഥിരതാമസത്തിന് വേണ്ടി നരകത്തിലേക്ക് പുറപ്പെട്ടു. പഴയതുപോലെ ചെന്ന് വാതിൽ മുട്ടി. അപ്പോൾ വാതിൽ തുറന്നു. എന്നിട്ട് ഭക്തൻ പറഞ്ഞു, ഞാൻ സ്ഥിരതാമസത്തിന് വന്നതാണ്. അപ്പോഴേക്ക് കിട്ടിയ മറുപടി, ഇത് സന്ദർശകർക്കുള്ള വാതിലാണ്, സ്ഥിരതാമസക്കാർക്കുള്ള വാതിൽ അപ്പുറത്താണ്. അങ്ങനെ ഭക്തൻ സ്ഥിരതാമസക്കാർക്കുള്ള എന്നുള്ള ബോർഡ് നോക്കി ചെന്ന് വാതിൽ കൊട്ടി. ഉടനെ വാതിൽ തുറക്കുകയും 2 കിങ്കരന്മാർ ഭക്തനെ തൂക്കിയെടുത്ത് നല്ല പ്രഹരം ഏൽപ്പിച്ചു. ഭക്തൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലൂസിഫറാണ് എന്നെ സ്വീകരിച്ചത്. അപ്പോൾ കിങ്കരന്മാർ പറഞ്ഞു, അത് സന്ദർശകർക്ക് അങ്ങനെയുള്ള സ്വീകരണവും സ്ഥിരതാമസക്കാർക്ക് ഇങ്ങനെയുള്ളതുമാണെന്ന് പറഞ്ഞ് ഭക്തനെ തൂക്കിയെടുത്ത് കെടാത്ത തീയിലേക്ക് എറിഞ്ഞു. ബാക്കിയുള്ളത് വിവരിക്കേണ്ടതില്ലല്ലോ. പ്രിയ ശ്രോതാക്കളെ, ശത്രുവായ സാത്താൻ നിങ്ങളുടെ വിശ്വാസവും ബിരുദം തെറ്റിക്കുവാൻ അനേക മോഹന വാഗ്ദാനങ്ങളും കണ്ണുകൾക്ക് ഇമ്പം വരുന്ന കാഴ്ചകളും ഒക്കെ കാണിച്ചൊടുവിൽ നിത്യനാശത്തിലേക്ക് തള്ളിയിടും. ആകയാൽ മണ്ണെ പ്രതി മാണിക്യം പിടിയാതെ സ്വർഗീയ രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ. ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. സന്ദർശകർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. പുതുതായി ജനിച്ചവർക്കും അതായത് വീണ്ടും ജനനം പ്രാപിച്ചവർക്കും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മാത്രം പ്രവേശനമുള്ള ഇടമാണ് സ്വർഗം. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താലുള്ള കഴിവ് പ്രാപിച്ച് നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ സർവശക്തൻ ഏവർക്കും സംഗതിയാകട്ടെ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ദയാൽ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Yeah.